أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رسول الله وعلى آله وأصحابه أجمعين أما بعد. ഏറെ ബഹുമാനരായ കാരണവന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണെങ്കിലും അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും വീണ്ടും നമുക്ക് കൂടിയിരിക്കാൻ അള്ളാഹു അവസരം നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. സൂറത്തുൽ അംബിയാഇൻ്റെ അവസാന ഭാഗം ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. പിന്നീട് ഷഫീഖ് അത് പൂർത്തിയാക്കി സൂറത്തുൽ ഹജ്ജ് തുടങ്ങി വെക്കുകയും ചെയ്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകും, എന്നാലും ചില കാര്യങ്ങൾ കൂടി പറയാൻ ആഗ്രഹിക്കാൻ. സൂറത്തുൽ ഹജ്ജ് എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൽ മദനിയായിട്ടുള്ള സൂറത്താണ്. ഞാൻ ഇരുന്ന് പറയുമ്പോൾ ബാക്കിലേക്ക് കാണാത്ത വർഷമൊന്നുമില്ലല്ലോ. പക്ഷെ അത് നമുക്കൊരു 5-6 ആഴ്ചയും കൂടി കഴിഞ്ഞിട്ട് നിൽക്കാം. മദനിയായ സൂറത്തുകൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയുടെ ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ച സൂറത്തുകൾക്കാണ് മദനി എന്ന് പറയുക. ഈ മദനി സൂറത്തുകളുടെ നമ്മൾ സൂറത്ത് ഇതിന് തൊട്ട് മുമ്പ് പഠിച്ചത് സൂറത്തുൽ അംബിയ ആയിരുന്നു. അതുപോലെ തന്നെ സൂറത്തുൽ ഹജ്ജ്. ഈ മദനിയായ സൂറത്തുകൾക്ക് മക്കിയായ സൂറത്തുകളേക്കാൾ ചില പ്രത്യേകതകളുണ്ട്. അതിൽ ഇസ്ലാമിൻ്റെ ഫിഖഹിയായിട്ടുള്ള അല്ലെങ്കിൽ കർമ്മശാസ്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ ഹുക്മപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടാവും. കുറച്ച് സാമാന്യം വലിയ വലിയ സൂറത്തുകളായിരിക്കും അതിലുണ്ടാകുക. അതേപോലെ തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിവാഹ ജീവിതവുമായി കൊണ്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിശദീകരണങ്ങളൊക്കെ മദനിയായിട്ടുള്ള സൂറത്തുകളാണ് ഉണ്ടാകുക. മക്കിയായ സൂറത്തുകൾ പൊതുവെ തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത് ഈ സന്ദേശങ്ങളുണ്ടാകുക. ഇത് സൂറത്ത് മദനിയാണെങ്കിലും ഈ വിശുദ്ധ ഖുർആൻ്റെ സൂറത്ത് തുടങ്ങിയിട്ടുള്ളത് യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ടാണ്. പിന്നെ പരലോകത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. ആ പരലോകത്തിൻ്റെ കഠിനതയും ഭയാനകതയും ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭീകര രംഗങ്ങളൊക്കെ വിശദീകരിച്ചു കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഈ സൂറത്തുൽ ഹജ്ജ് തുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ 4 ആയത്തുകൾക്ക് ശേഷം 5-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതാദ്യം നമുക്കൊന്ന് ഓതിയിട്ട്, കുറച്ച് വലിയ ആയത്താണ്, അതിൻ്റെ പകുതി ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹന്നാസു ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ് يا أيها الناس إن كنتم في ريب من البعث إن كنتم في ريب من البعث فإنا خلقناكم من تراب إن كنتم في ريب من البعث فإنا خلقناكم من تراب فإنا خلقناكم من تراب ثم من نطفة ثم من علقة فإنا خلقناكم من تراب
فإنا خلقناكم من تراب ثم من نطفة ثم من علقة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم നമ്മൾ സാധാരണ ഓതുന്ന മോഡലല്ല, കുറച്ചൊരു കെട്ടിക്കൊടുക്കുള്ള വാചകങ്ങളാണ്, എളുപ്പമാണ്. അപ്പോൾ ഒന്ന് യാ അയ്യുഹന്നാസ്, അവിടെ യാ മുത്തസ്സിലാണ്. അപ്പോൾ യാ അയ്യുഹല്ലദീൻ, അവിടെ ഒരു 5 or 6 അക്ഷരത്തിൻ്റെ അളവ് നീട്ടണം. യാ അയ്യുഹന്നാസ്, അവിടെ യാ അയ്യുഹ അന്നാസ് ആണ്, അവിടെ അലിഫ് ലാം ഉച്ചരിക്കാൻ പാടില്ല. യാ അയ്യുഹന്നാസു. പിന്നെ ഇൻ കുന്തും, അവിടെ 2 സ്ഥലത്തും നൂനിനെ മണിക്കണം, ഇളഹാർ ചെയ്യാൻ പാടില്ല, വെളിവാക്കാൻ പാടില്ല. ഇൻ കുന്തും എന്നോതാൻ പാടില്ല. കാരണം ആദ്യത്തെ സാക്കിനായ നൂനിന് ശേഷം കാഫാണ് വന്നിട്ടുള്ളത്, രണ്ടാമത്തെ നൂനിന് ശേഷം ത ആണ് വന്നിട്ടുള്ളത്. ഇത് രണ്ടും ഇൾഹാറിൻ്റെ അഥവാ വെളിവാക്കേണ്ട അക്ഷരങ്ങളല്ല. അതുകൊണ്ട് 2 സ്ഥലത്തും മണിച്ചു ഓതണം. ഇൻ കുന്തും ഓതാൻ പാടില്ല, ഇൻ കുന്തും. പിന്നെ ഫീ റൈബി, റ ആണ്, റൈബി മിനൽ ബഅസ്, അവിടെ ബിൻ എന്നുള്ളതിൽ തെൻവീനുണ്ട്. ആ തെൻവീനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. തെൻവീനെ ഇദ്ഗാം ചെയ്തിട്ട് ഇദ്ഗാം ബിഗുന്ന എന്ന് പറയും. ചേർക്ക് മാത്രമല്ല, ചേർത്ത് മണിച്ചോതണം. അപ്പോൾ ഫീ റൈബിൻ മിനൽ, ഫീ റൈബിൻ, അവിടെ റൈബിൻ മിന, അവിടെ ആ നൂനെ ചേർക്ക് മാത്രമല്ല, നൂനെ മീമാക്കി മറിക്കുകയും വേണം. റൈബിൻ മിനൽ ബഅസ്, നിർത്തുകയാണെങ്കിൽ മിനൽ ബഅസ്, സാക്ക് സുക്കൂനായിട്ടാണ് നിർത്തേണ്ടത്. ഈ നിർത്താതെ ഓതാണെങ്കിൽ മിനൽ ബഅസി ഫഇന്നാ ഖലഖനാകും, ഫഇന്ന എന്നുള്ളിടത്ത് മണിച്ചോദണം. പിന്നെ ഖലഖനാകും, ഖലഖ്, ഖാഫിന് സുക്കൂനാണ്, ഹറൂഫുൽ ഖൽഖലയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നല്ലവണ്ണം തഫ്ഖീം ചെയ്ത് നല്ലവണ്ണം കനപ്പിച്ച് ഉച്ചരിക്കണം. ഖലഖനാകും, അവിടെ ഖലഖനാകും, കുറച്ച് ഖലഖനാകും മിൻ തുറാബ്, അവിടെ 2 മീം ഒരുമിച്ച് വന്നു. ഖലഖനാകും എന്നുള്ള മീമും മിൻ എന്നുള്ള മീമും, അപ്പോൾ 2 മീമും ഒരുമിച്ച് വന്നു. ആദ്യത്തെ മീമിന് സുക്കൂനാണ്, അപ്പോൾ ഒന്നിനെ മറ്റൊന്നിലേക്ക് ചേർത്ത് മണിക്കണം. പിന്നെ രണ്ടാമത്തെ സുക്കൂനായ നൂനിനെയും മണിക്കണം, പക്ഷെ അവിടെ മിൻ തുറാബ്, മിൻ തുറാബ് എന്ന് ഇദ്ഹാർ ചെയ്യാതെ മണിക്കണം. മിൻ തുറാബി സുമ്മ, സുമ്മ മിൻ നുത്ഫ, അവിടെ സുമ്മ പിന്നെ മിൻ നുത്ഫ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 നൂന് ഒരുമിച്ച് വന്നു. ആദ്യത്തെ നൂന് സുക്കൂനാണ്, അപ്പോൾ ഇദ്ഗാം ബിഗുന്ന, അതിലേക്ക് ചേർത്ത് നൂനെ കട്ടിയാക്കി ഉച്ചരിക്കണം. അണ്ട ഖലഖനാകും മിൻ എന്നുള്ള മീമിനെ കട്ടിയാക്കിയതുപോലെ നൂനെയും കട്ടിയാക്കി ഉച്ചരിക്കണം. പിന്നെ നോ തോഫ, നോ തോ എന്നാണ്, ത അല്ല. തോവും തായും വ്യത്യാസമുണ്ട്, 2 വലിയ അർത്ഥ വ്യത്യാസമുണ്ട്. നോ തോഫത്തി സുമ്മ മിൻ അലഖ, പിന്നെ സുമ്മ മിൻ അലഖ, അവിടെ മിൻ എന്നുള്ള ഇദ്ഹാർ ചെയ്യണം, ശ്രദ്ധിക്കണം. മിൻ
നുത്ഫത്തിൻ സുമ്മ മിൻ അലഖ. ഐന് തെറ്റാതെ ഉച്ചരിക്കണം. അലഖ നിർത്തുകയാണെങ്കിൽ അലഖ, നിർത്താതെ ഓതുകയാണെങ്കിൽ അലഖത്തിൻ സുമ്മ മിൻ മുദ്ഗ. സുമ്മ അവിടെ മണിക്കണം. പിന്നെ മിൻ മുദ്ഗത്തിൻ എന്നാണ്. മുദ്ഗ അവിടെ രണ്ട്, ഈ മീമിനെ, ഈ നൂനിനെ മീമാക്കി മറിക്കണം. മിൻ അവിടെ സുമ്മ മിൻ മുദ്ഗ, സുമ്മ മിൻ മുദ്ഗ എന്നല്ല, സുമ്മ മിം, ആ നൂനെ മീമാക്കി മറിച്ചിട്ട് ഇദ്ഗാം ചെയ്യണം ഗുന്നത്തോടുകൂടി. മിൻ മുദ്ഗത്തിൻ. ഐന് ഗൈന്. പല ആളുകളും ഗൈൻ ഉച്ചാരണം തെറ്റിക്കാറുണ്ട്. ഐരിൽ മഗ്ദൂബി അലൈഹിം എന്ന് ഓതുന്ന ആൾക്കാരുണ്ട്. ഗൈരിൽ മഗ്ദൂബി, അത് പിന്നെ ഐന് ഗൈനാകാൻ പാടില്ല. ആദ്യത്തത് ഐനാണ്, അലഖ. രണ്ടാമത്തത് മുദ്ഗ, ഗൈനാണ്. ശരിക്കും ശ്രദ്ധിക്കുക. പിന്നെ വഗൈരി മുഖല്ലഖത്തിൻ, മുദ്ഗത്തിൻ മുഖല്ലഖ. അവിടെ മുദ്ഗത്തിൻ എന്നുള്ള തൻവീൻ ഉണ്ട്. തിൻ എന്ന് പറഞ്ഞ നൂന്, ആ നൂനെ മീമിലേക്ക് ചേർത്തിട്ട് മീമാക്കി തന്നെ മറിക്കണം. അപ്പം മുദ്ഗത്തിൻ മുഖല്ലഖ, മുഖല്ലഖ നിർത്തുകയാണെങ്കിൽ മുഖല്ലഖ, അവിടെ ഹാവ് സക്തൻ്റെ ഹാവിലാണ് നിർത്തേണ്ടത്. ഇനി അതല്ലെങ്കിൽ മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖത്തിൻ ലിനുബയ്യിന ലക്കും. വഗൈർ, ഐറല്ല ഗൈർ, ഗൈരി മുഖല്ലഖത്തിൻ, അവിടെ തിൻ എന്നുള്ള തൻവീനെ ലാമിലേക്ക് ചേർക്കണം. പക്ഷെ അവിടെ ഇദ്ഗാം പിന്നെ ഗുന്നത്ത് പാടില്ല. തിൽ എന്നല്ല, മുഖല്ലഖത്തിൻ ലിനുബയ്യിന ലക്കും. ഇതാണ് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്ന കാര്യം എന്താ ചോദിച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ 4 ആയത്തുകളിൽ ഖിയാമത്ത് നാളുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയമാണ് പറയുന്നത്. കാരണം ഇസ്ലാമിക പിന്നെ ദഅവത്തിൻ്റെ 3 തൂണുകൾ എന്ന് പറഞ്ഞാൽ, 3 അടിസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് തൗഹീദാണ്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ഇബാദത്തുകൾ ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത് റിസാലത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കണം, പ്രവാചകൻ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ സ്വീകരിക്കണം. മൂന്നാമത്തത് ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറഞ്ഞാൽ മരണാനന്തര ജീവിതവുമായി കൊണ്ട് ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ. ഈ 3 കാര്യങ്ങളിലും ഒരു മനുഷ്യൻ്റെ വിശ്വാസം പെർഫെക്റ്റ് അല്ല, ശരിയല്ല എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എത്ര അമലുകൾ ഉണ്ടെങ്കിലും അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തുന്ന കാലഘട്ടത്തിൽ തൗഹീദിനെ അംഗീകരിക്കാത്തവരായിരുന്നു, റിസാലത്തിനെ അംഗീകരിക്കാത്തവരായിരുന്നു. പരലോകത്തെ കുറച്ചൊക്കെ ആളുകൾ അംഗീകരിച്ചിരുന്നു, പക്ഷേ പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിലൊന്നുമല്ല അംഗീകരിച്ചിരുന്നത്. അവർക്ക് വികലമായ വിശ്വാസങ്ങളുണ്ട്, ഹൗലായി ശഫാഉനാ ഇൻദല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പം അതുകൊണ്ടാണ് പരലോക വിശ്വാസത്തെ, തൗഹീദ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിക്കാൻ ഒരുപാട് ആയത്തുകൾ ചെലവഴിച്ചതുപോലെ തന്നെ പരലോക വിശ്വാസം ആളുകളിൽ ബുദ്ധിപരമായും അതുപോലെ തന്നെ പിന്നെ പ്രായോഗികമായും ഒക്കെ തെളിയിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ ചെലവഴിച്ചിട്ടുണ്ട്. ഈ ഒരു ആയത്ത് മനുഷ്യന്മാർക്ക് ബുദ്ധിയുള്ള, ഏതൊരു സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്കും പരലോകം വളരെ സിമ്പിളായി മനസ്സിലാക്കാവുന്ന ഒരായത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശുദ്ധ ഖുർആനിലെ 1ാമത്തെ അഭിസംബോധന യാ അയ്യുഹന്നാസ് എന്ന്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറ ഓതി വന്നു കഴിഞ്ഞാൽ യാ അയ്യുഹല്ലദീന ആമനൂ എന്നല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അല്ല, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും. അപ്പോൾ ഇതിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, യാ അയ്യുഹന്നാസ് എന്ന് വിളിക്കുന്നതിൽ ആരൊക്കെ പെട്ടു? മുസ്ലിങ്ങളും പെട്ടു, മുസ്ലിങ്ങളല്ലാത്തവരും പെട്ടു, മതമുള്ളവരും പെട്ടു, മതമില്ലാത്തവരെല്ലാത്തവരും പെട്ടു. അപ്പോൾ വിശുദ്ധ ഖുർആന്റെ ആ കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമീങ്ങൾക്ക് മാത്രം ബാധകമായ ഒരു കാര്യമല്ല. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പം നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, മരുവിസ്കരിച്ചല്ലോ അല്ലേ? ഇവിടെയുള്ള സത്യനിഷേധികളായ ആളുകൾ മരുവിസ്കരിച്ചോ? നിസ്കരിച്ചിട്ടില്ലല്ലോ, ഇല്ല. അപ്പോൾ ഒരു മുസ്ലിം മഗ്‌രിബ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവന് കുറ്റം കിട്ടുമോ? കുറ്റം കിട്ടൂലേ? കുറ്റം കിട്ടും.
അതേ സമയത്തൊരു കാഫർ നിസ്കരിച്ചിട്ടില്ലെങ്കിലോ കേട്ടോ കേട്ടോ നിങ്ങളെ അഭിപ്രായം എന്താ? നമസ്കാരം ഇത് ചോദ്യമല്ല. ഒരു കാഫർ നമസ്കരിക്കാത്തതിൻ്റെ പേരിൽ കുറ്റം കിട്ടുമോ? അല്ലേ, കിട്ടും. ഇല്ലെങ്കിൽ നീതിയാവും. ആ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇടങ്ങേറെ നിസ്കരിക്കാത്തവരിൽ കുറ്റം കിട്ടുക. അപ്പം ഇതൊന്നും ബാധകമല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ആദ്യം പറഞ്ഞത് യാ അയ്യുഹന്നാസു ഉബ്ദൂ റബ്ബക്കും, യാ അയ്യുഹല്ലദീന ആമനൂ ഉബ്ദൂ റബ്ബക്കും അല്ല, യാ അയ്യുഹന്നാസ് ഉബ്ദൂ റബ്ബക്കും. ലോകത്തെ നിഷേധിക്കുന്നവർക്ക് മാത്രമല്ല, പരലോകത്തെ മറന്ന് ദുനിയാവിൽ ജീവിക്കുന്നവർക്കും യാ അയ്യുഹന്നാസ് ഇൻ കുൻതും ഫി റൈബിൻ മിനൽ ബഅത്ത്, പരലോകമുണ്ട് എന്നതിൽ അണുകിട നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ അവൻ്റെ ഈമാൻ ശരിയല്ല. ഇനി അവൻ്റെ ഈമാൻ ശരിയാക്കാനുള്ള ചില കാര്യങ്ങളാണെന്ന് പറഞ്ഞു. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഖലഖനാക്കും, ഇനിയിപ്പോൾ നിങ്ങൾ സംശയിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ദുനിയാവിൽ നിങ്ങൾ സംശയിക്കണമെങ്കിൽ ഇവിടെ ജീവിതം വേണമല്ലോ. എങ്കിൽ ഫഇന്നാ ഖലഖനാക്കും, നാം ആണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ല പറയാണ്. സംശയിക്കാൻ നമുക്ക് വകുപ്പുണ്ടോ നോക്കാം നമുക്ക്. ഒന്നാമതായി, നിങ്ങൾ ഇവിടെ സ്വന്തം പിറന്നു വീണതല്ല. നമ്മളാരും ഇവിടെ മോങ്ങത്തങ്ങാടിയിലും മുറയിലും അത്താണിക്കലും പൂക്കോട്ടിലൊക്കെ ആയിട്ട് ജനിച്ചു വീണമെന്ന് അള്ളാഹിനോട് കരാറെടുത്തിട്ട് ഇങ്ങോട്ട് പറഞ്ഞയച്ചൊന്നല്ലോ, നൂൽമ കിട്ടിപ്പോന്നല്ലോ. അള്ളാഹു തീരുമാനിച്ചത് പ്രകാരം ഇന്ന വാപ്പാൻ്റെ ഇന്ന ഉമ്മാൻ്റെ മകനായി ഈ അങ്ങാടിയിൽ ജനിച്ചു വീണു. ഇതിൽ നമുക്ക് യാതൊരു ചോയ്സും ഇല്ല. നമുക്ക് ചില ആളുകൾ മൈ ബോഡി മൈ ചോയ്സ് എന്നൊക്കെ വല്ല തൊള്ള പറയുന്നുണ്ട്. നമ്മുടെ ബോഡിക്ക് എന്ത് ചോദിച്ചാൽ നമുക്കുള്ളത്? നമ്മുടെ കൈ നമ്മോട് ചോദിച്ചിട്ടാണോ അള്ള വെച്ച്? നമ്മുടെ കാല് അള്ള വെച്ചിട്ട് ചോദിച്ചിട്ടാണോ? അപ്പം നമ്മൾ പിന്നെ പല രൂപത്തിലും പല സൗന്ദര്യത്തിലും പല അവസ്ഥയിലുമാണ് നമ്മളൊക്കെ ഉള്ളത്. നമ്മളെല്ലാവരും ഒരു കോലത്തിലല്ലല്ലോ. ഇപ്പം നമ്മുടെ രൂപം, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ നിറം, ഇതൊന്നും അള്ളാഹുവിൻ്റെ, ഇതൊക്കെ നമ്മുടെ ഒരു ചോയ്സ് നമുക്കിതില്ല. എത്രത്തോളം നമ്മുടെ ശരീരത്തിൽ ഏത് സ്ഥലത്ത് രോമം വളരണം എന്നത് വരെ അള്ളാഹിൻ്റെ ചോയ്സാണ് അല്ലേ. ചില ആൾക്കാർക്ക് മുടി ഉണ്ടാവില്ല, ചിലർക്ക് താടി ഉണ്ടാവില്ല, ചിലർക്ക് നല്ല മുടി ഉണ്ടാവും. അതൊക്കെ ഒരു മുടി പോലും നമുക്ക് നമ്മുടെ ചോയ്സ് അല്ല. നമ്മുടെ ശരീരത്തിൽ ഒരു മുടി പോലും ശരിക്കും നമുക്ക് നമ്മുടെ ചോയ്സ് അല്ല. അപ്പം അങ്ങനെയുള്ളതാണ് ഫഇന്നാ ഖലഖനാക്കും, നാം ആണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. മിൻ തുറാബ്, എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? തുറാബിൽ നിന്ന്. അപ്പം നമ്മളെല്ലാവരും മണ്ണെന്നാണോ അള്ളാഹ് സൃഷ്ടിച്ചത്? ആണോ? ഇവിടെ മിൻ തുറാബ് എന്ന് പറഞ്ഞു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു മണ്ണെന്ന സൃഷ്ടിച്ചു. ഇനി ഞാനൊരു ഹദീസ് പറഞ്ഞുതരാം. ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ചൊരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ ഖലഖ ആദം, അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ സൃഷ്ടിച്ചു. ഖബലത്തിൻ ഖബലഹാ മിൻ ജമീഇൽ അർളി, അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി സൃഷ്ടിച്ച മണ്ണ് എവിടുന്ന് എടുത്തറിയോ? ഭൂമിയിൽ നിന്ന് എടുത്ത്. ആദം നബിനെ, കാരണം ആദം നബിൻ്റെ മുമ്പ് എന്തുണ്ട്? ഇവിടെ ഭൂമി ഉണ്ടല്ലോ. അപ്പോൾ ഭൂമിയിലേക്കാണ് ആദം നബിനെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഭൂമിയിൽ നിന്നാണ് ആദം നബി സൃഷ്ടിക്കാനുള്ള മണ്ണ് എന്ത് ചെയ്യണത്? അതെടുക്കണം. എങ്ങനത്തെ മണ്ണ് എടുത്തറിയോ? പിന്നെ റസൂൽ പറയണം, ഫജാഅ ബനു ആദം അലാ ഖദരിൽ അർളി, അതുകൊണ്ട് തന്നെ ആദമും ആദമിൻ്റെ മക്കളും ഭൂമിയുടെ ഒരു ഓഹരിയാണ്. ഭൂമിയുടെ ഒരു ഓഹരിയാണ്. ഇന്നിപ്പോൾ ശാസ്ത്രം പഠിക്കുന്ന, ഫിസിക്സൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കറിയാം, മനുഷ്യ ശരീരത്തിലെ ധാതു ലവണങ്ങൾ അത് ഭൂമിയിലുള്ള ധാതു ലവണങ്ങളാണ്. ഞാൻ വേണമെങ്കിൽ ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. പിന്നെ ഇതൊക്കെ പഠിച്ച ആൾക്കാർ ഈ കാര്യം എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഉദാഹരണം പറയാം. ഇപ്പോൾ പിന്നെ ഒന്ന് ഓക്സിജനാണ് നമ്മുടെ ശരീരത്തിൽ 65% ഉള്ളത്. മണ്ണിൽ ഓക്സിജൻ ഉണ്ട്. കാർബൺ ഉണ്ട്, 18% കാർബണാണ് നമ്മുടെ ബോഡിയിലുള്ളത്. അതുപോലെ തന്നെ ഹൈഡ്രജൻ ഉണ്ട്, 10% ഹൈഡ്രജൻ. ഇതൊക്കെ ഭൂമിയിലുള്ള കേട്ടോ, ഇതൊക്കെ മണ്ണിലുള്ളതാണ്. നൈട്രജൻ ഉണ്ട്. അതുപോലെ തന്നെ
പിന്നെ കാൽസ്യം ഉണ്ട്, നമ്മുടെ എല്ലുകളും പല്ലുകളും കാൽസ്യം, അത് ഭൂമിയുള്ളതാണ്. ഫോസ്ഫറസ്, പൊട്ടാസ്യം, സോഡിയം, മാഗ്നീഷ്യം, സൾഫർ, ക്ലോറിൻ, ഇതൊക്കെയാണ് മനുഷ്യ ശരീരത്തിലുള്ള ധാതു ലവണങ്ങൾ. ഇതൊക്കെ എവിടെ ഉണ്ട്? ഭൂമിയുള്ളതാണ്. അപ്പം മനുഷ്യ സൃഷ്ടിപ്പ് മണ്ണിൽ നിന്നാണ് എന്ന് ഇസ്ലാമിൻ്റെ സിദ്ധാന്തത്തിന് ഏറ്റവും വലിയ തെളിവെന്താ? നമ്മുടെ മണ്ണ് തന്നെ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. വേറെ ചില ആൾക്കാരുണ്ട്, നമ്മളെ ആപ്പാരൊക്കെ കുരങ്ങന്മാരിൽ നിന്ന്, ഓരാപ്പാരെ പറ്റി ഓർക്കാർക്കറിയില്ല, നമ്മളാപ്പാരെ പറ്റി നമുക്കറിയാം. ഞാനെപ്പോഴും അതാ പറയുന്നത്, ഓരാപ്പാരെ പറ്റി ഒലിഞ്ഞ് അങ്ങനെ കുരങ്ങന്മാരമാണ് വിശ്വസിച്ചോട്ടെ, പക്ഷെ നമ്മളാപ്പാരെ പറ്റി നമുക്ക് വിശ്വാസമില്ല. നമ്മളാപ്പ ആദം നബിയാണ്. ആദം നബി ഒന്നും ഉണ്ടായതാണ്, കുരങ്ങുന്നുണ്ടായതല്ല. ആദം നബി മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മണ്ണിൽ നിന്നാണ്. അതുകൊണ്ട് ആ മണ്ണിൻ്റെ ഖദർ മനുഷ്യനിലുണ്ട്. ഇനി 3 തരം മണ്ണാട്ടോ എടുത്ത് ശരിക്കും ശ്രദ്ധിച്ചോളി. ഒന്ന് പിന്നെ അസ്വദ്. അസ്വദ് എന്ന് പറഞ്ഞാൽ കറുത്ത മണ്ണ്. വൽ അബിയർ, വെളുത്ത മണ്ണ്. വൽ അഹ്മർ, ചുവപ്പ് മണ്ണ്. ഈ 3 മണ്ണുകൾ ഉണ്ടില്ലേ. വെളുത്ത മണ്ണ് എന്ന് പറയുമ്പോൾ ഈ പിന്നെ കളിമണ്ണ് പോലെ ചവിടിയൊക്കെ ഉണ്ടല്ലോ, കിണറൊക്കെ കുഴിക്കുമ്പോണ്ടില്ല വെളുത്ത മണ്ണ്. ഈ 3 മണ്ണിൽ നിന്നും അള്ളാഹ് എടുത്തു. ഈ 3 മണ്ണിൽ നിന്നും, അഥവാ വെളുപ്പും ചുവപ്പും കറുപ്പും മണ്ണ് എന്ത് ചെയ്തു? അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തിട്ട് അതിൽ നിന്നാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ സൃഷ്ടിച്ചത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ 3 കളറിലാണ് മനുഷ്യന്മാരുണ്ടാകുക. ഒന്ന് പൊതുവെ മനുഷ്യൻ മണ്ണിൻ്റെ കളറാണല്ലോ. മനുഷ്യൻ്റെ കളർ എന്ന് പറഞ്ഞാൽ എന്താ? പച്ചയാണോ അല്ലെങ്കിൽ മഞ്ഞയാണോ? അല്ലല്ലോ. മനുഷ്യൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ശരിക്കും മണ്ണിൻ്റെ കളറാണ്. ഇനി അതിൽ തന്നെ വെളുത്ത ആൾക്കാരുണ്ടാവും, കറുത്ത ആൾക്കാരുണ്ടാവും, ഈ വെളുത്തിട്ട് ഇങ്ങോട്ട് ചുവന്ന് പോകുന്ന ആൾക്കാരുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പം ഈ 3 തരം മണ്ണിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിച്ചിട്ടുള്ളത്. ഇനി മണ്ണിനൊരു സ്വഭാവമുണ്ട്. മണ്ണിൻ്റെ സ്വഭാവം തന്നെ മനുഷ്യനുള്ളൂ. മണ്ണിൽ എന്തുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജാഅ മിൻഹുൽ അഹ്മർ വൽ അബ്യദ് വൽ അസ്വദ് ബൈന ദാലിക. ഇനി ഈ 3 കളറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ 3 കളർ മിക്സ് ചെയ്തിട്ടാണ് ബാക്കി കളറുകളുണ്ട്. അപ്പോൾ നമുക്കറിയാം വെബ് ജോറിലൊക്കെ 7 കളറുകളുണ്ടല്ലോ. ഈ 7 കളറിൻ്റെയും അടിസ്ഥാനം ഈ 3 കളറാണ്. ഇനി എന്നിട്ട് റസൂൽ പറയാണ്, ഈ മണ്ണിൽ എന്തുണ്ട്? സഹലുണ്ട്, ഹസനുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ല നോർമലായിട്ടുള്ള, നല്ല സഹൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണുണ്ട്. അതുപോലെ തന്നെ ഹസനായിട്ടുള്ള മണ്ണുണ്ട്, കുറച്ച് ടഫായിട്ടുള്ള മണ്ണുണ്ട്, കുറച്ച് നല്ല ഉറപ്പുള്ള മണ്ണുണ്ട്. വൽ ഖബീസ് വ തയ്യിബ്, മോശപ്പെട്ട മണ്ണുണ്ട്, അതുപോലെ തന്നെ നല്ല മണ്ണുണ്ട്. ഈ ഒരു സ്വഭാവങ്ങളൊക്കെ ആർക്കും ഉണ്ടാവും? മനുഷ്യന്മാർക്കുണ്ടാവും. അപ്പോൾ നല്ല മണ്ണ് എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യൻ, അതുപോലെ തന്നെ ചീത്ത മണ്ണ് എന്ന് പറഞ്ഞാൽ ചീത്ത മനുഷ്യൻ. ചില ആൾക്കാർ ഭയങ്കര പരുക്കനേക്കാരം, കൊത്തിയാലും പറ്റൂല, അങ്ങനെയുള്ള മണ്ണുണ്ടല്ലോ. മണ്ണിൽ തന്നെ ചില ആൾക്കാരുണ്ടാവും ഭയങ്കര റഫായിട്ടുള്ള മനുഷ്യന്മാരുണ്ടാവും, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മനുഷ്യന്മാരുണ്ടാവും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫഇന്നാ ഖലഖനാകും മിൻ തുറാബ്. അപ്പോൾ ആ മനുഷ്യന് ഈ തുറാബിൻ്റെ വിശേഷങ്ങളൊക്കെ ഉണ്ടാവും. ഒരു മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് മണ്ണിൻ്റേതായ വിശേഷം. അതുകൊണ്ടാണ് സൂറത്ത് താഹ നമ്മൾ പഠിച്ചു, പിന്നെ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുക്കും. ആ മണ്ണിലേക്കാണ് നമ്മൾ മടക്കേണ്ടത്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എവിടേക്കാണ് മടക്കാൻ പറഞ്ഞത്? മണ്ണിക്കാണ് മടക്കേണ്ടത്. കാരണം ഇത് നമ്മൾ എവിടെ വന്ന്, അതല്ലാതെ കത്തിച്ച് കളയലോ അല്ലെങ്കിൽ പാറ്റിക്കളയലോ അല്ല. ശരി, ശരിക്കും ആലോചിച്ച് ഈ ഒരു പച്ചയായ മനുഷ്യനെ കത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് ശരിക്കത് ദുനിയാവിൽ നിന്ന് ഞങ്ങൾക്ക് നരകം കിട്ടണ തുല്യ. ഏതായാലും നരകത്തേക്ക് പോകുന്ന ആർക്കും ശരിക്കും അള്ളാഹു അവർക്ക് ദുനിയാവിൽ നിന്ന് തന്നെ നരകം വിധിക്കണ അവസ്ഥ ഉണ്ടാവും. കാരണം ഒരു മയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി പറഞ്ഞില്ല, ഒരു മയ്യത്തിന് നിങ്ങൾക്ക് വേദനിക്കുന്ന പോലെ തന്നെ മയ്യത്തിന് വേദനയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മയ്യത്തിനോട് നിങ്ങൾ ഏതായാലും മരിച്ചല്ലേ കൈ അങ്ങോട്ടാക്കി ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു ജീവനുള്ള മനുഷ്യനെ വേദനിക്കുന്ന പോലെ തന്നെ മയ്യത്തിന് വേദനിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആലോചിച്ച് ഒരു ജീവനുള്ള മനുഷ്യനെ കത്തിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ആ മനുഷ്യന് എത്ര വേദന ഉണ്ടാവും?
ആ കത്തിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിലെന്താ ഉണ്ടാകുക? പഠിച്ചവൻ എന്നെ വലിയ ദിക്കിട്ടല്ലോ എന്നല്ലേ. അതുപോലെ ഒരു മയ്യത്തിനുണ്ടാവും. അള്ളാഹുവിൻ്റെ ശരീരത്തെ എത്രമാത്രം ഫിത്രത്താണെന്നുള്ളതിന് തെളിവാണ്. ഈ മാത്രമല്ല, ഈ മണ്ണിലേക്കാണ് നമ്മൾ മടക്കേണ്ടതെന്നുള്ളതുകൊണ്ട് ഈ മണ്ണിൽ ലയിച്ചു പോകുന്നതാണ് നമ്മുടെ എല്ലാ ശരീരഭാഗങ്ങളും. മനസ്സിലായോ? മണ്ണിൽ ലയിച്ചു പോകാത്ത ഒരേ ഒരു വസ്തുവുള്ളൂ. അതേതറിയോ? മുമ്പ് പറഞ്ഞു ക്ലാസ്സിൽ. ഏതാണ്? നമ്മുടെ ഉജുബ് ദനബ് എന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ നട്ടെല്ലിൻ്റെ ഏറ്റവും അടിയിൽ ഒരു ചെറിയൊരു ഇങ്ങനെ മറ്റൻ്റെ അടിയിൽ നമ്മുടെ തപ്പിയൊക്കെ കാണാം. ഉജുബ് ദനബ് എന്ന് പറഞ്ഞത്. പിന്നെ ആ ഒരു വാല് ഉണ്ടായില്ല, പക്ഷെ വാല് ഉണ്ടാകുകയാണെങ്കിൽ അവിടെ നിന്ന് ഉണ്ടാകുക ആ നട്ടിലിൻ്റെ അപ്പം അതൊരിക്കലും എന്ത് ചെയ്യൂല, മണ്ണിൽ ലയിച്ചു പോകും. അതെന്തിനാണ് ലയിക്ക് ഇവിടെ വെച്ചത്? അത് വിത്താണ്. നമ്മുടെ വിത്ത് ഇവിടെ അവിടെ ബാക്കിൽ വെച്ചേക്കാണ്. വമിന്നഹു യുറക്കബുൽ ഇൻസാൻ. ആ വിത്തിൽ നിന്നാണ് രണ്ടാമത് എന്ത് ചെയ്യുക, മനുഷ്യന്മാരല്ലാവും. കാരണം വിത്ത് ഇവിടെ ഉണ്ട്. അതാണ് ഞാൻ ശേഷം പറയുന്നുണ്ട് മഴ വീണതിനെ പറ്റിയൊക്കെ. അപ്പം നമ്മൾ എത്ര കൽപ്പന ചവള കത്തിയാലും അത് കത്തൂല, എത്ര കത്തിച്ചാലും അത് കത്തൂല, എത്ര കാലം ഭൂമിയിൽ കിടന്നാലും അത് ദ്രവിച്ചു പോകില്ല. അത് ഏത് മൃഗത്തിൻ്റെ വായിൽപ്പെട്ടാലും ഏത് മത്സ്യത്തിൻ്റെ വായിൽപ്പെട്ടാലും ഉജുബ് ദനബ് അവിടെ ഉണ്ടാകും. അത് കടലിലാണെങ്കിലും കരയിലാണെങ്കിലും അത് അവിടെ ബാക്കിയാക്കും. അതിൽ നിന്നാണ്, അതൊരു വിത്താണ്, നമ്മുടെ വിത്താണ്. അതിൽ നിന്ന് മനുഷ്യനുണ്ടാക്കും. ഇപ്പം ഇന്ന് ശാസ്ത്രം പറഞ്ഞപ്പോൾ ശരിക്കൊരു എന്താ പറയുക, ആറ്റത്തിൻ്റെയൊക്കെ വളരെ ഒരു ക്രോമസോം ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും മനുഷ്യനുണ്ടാക്കാം. ക്രോമസോം എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ചെറിയ സംഗതിയാണല്ലോ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞതും അള്ളാഹ് പഠിപ്പിച്ചതും വളരെ ശരിയാണ്. അപ്പോൾ ഇന്നാ ഖലഖനാകും മിൻ തുറാബ്, നിങ്ങളെ മണ്ണിൽ നിന്നുണ്ടാക്കി. അപ്പോൾ ഇതിന് യഥാർത്ഥത്തിൽ ഇന്ന് ശാസ്ത്രീയമായിക്കൊണ്ടും ബുദ്ധിപരമായിക്കൊണ്ടൊക്കെ നമുക്ക് തെളിവ് കണ്ടെത്താൻ കഴിയും. അപ്പം മനുഷ്യനിൽ നിന്നുണ്ടാക്കിയ മണ്ണിൽ നിന്നുണ്ടാക്കിയ മനുഷ്യൻ. ഇതെന്തിനാണ് അള്ളാഹ് പറഞ്ഞു വെച്ചാൽ, ശരിക്കും എന്താ വെച്ചാൽ നമ്മൾ മണ്ണ് കൂടെ ഉള്ള നടക്കണേ അല്ലേ. മണ്ണ് കൂടെ നടക്കുമ്പം നമ്മൾ കിബർ ഇല്ലാതെക്കാൻ കൂടിയാണത് പറഞ്ഞു തരുന്നത്. അതായത് ഇപ്പോൾ ഈ ചവിട്ടി എടുക്കുന്ന മണ്ണ് തന്നെയാണ് വലിയ ശുചാഹിയാകുന്ന മണ്ട. ഇജിപ്പോൾ ചവിട്ടി നടക്കുന്ന മണ്ണെന്നാണ് ഞാൻ എന്നെ ഉണ്ടാക്കിയത്, അല്ലാതെ ആകാശത്ത് നിന്ന് അവിടുന്ന് പോകേണ്ടതുകൊണ്ട് അവിടുന്ന് ഉണ്ടാക്കിയതല്ല. ഈ ചവിട്ടി നടക്കുന്ന ഈ ഭൂമിയിൽ നിന്നാണ് ഞാൻ നിന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ചവിട്ടി നടക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര നിസ്സാരമാണ് മണ്ണ് ആരെങ്കിലും എടുത്ത് ആരെങ്കിലും പൂജയ്ക്ക് ആൽമരയൊക്കെ ഉണ്ടോ? മണ്ണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചവിട്ടി നടക്കുന്ന, മനുഷ്യൻ കൃഷി ചെയ്യുന്ന, മനുഷ്യൻ എന്താ പറയുക കാലിൻ്റെ താഴെ ഇട്ട് ചവിട്ടി നടക്കുന്നതാണ് മണ്ണ് എന്ന് പറഞ്ഞത്. അപ്പം ആ മണ്ണിൽ നിന്നാണ്, ഈ മണ്ണിൽ നിന്നാണ് ഞാൻ ഉണ്ടായതെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ എത്ര നിസ്സാരനാണ്. എന്നാ നേരെ മറിച്ച് മനുഷ്യന്മാർ മലക്കൾ അള്ളാഹു എന്നല്ല ഉണ്ടാക്കി, മലക്കൾ 100 എന്നുണ്ടാക്കി. ശരി, സൃഷ്ടി വരുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ്, ഭൂമിയിലേക്കാണ് മനുഷ്യന്മാർ വരേണ്ടത്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ, പടച്ചവനെ ഞാൻ എത്ര കിബറുള്ളവനാണെങ്കിലും എന്തായാലും ഇപ്പം ഞാൻ ഈ മണ്ണല്ലേ, ഈ കളിമണ്ണല്ലേ ഇപ്പം ഞാനും എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ മനുഷ്യൻ്റെ കിബർ ശരിക്ക് ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊരു കാര്യം കൂടി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാനിപ്പോൾ എൻ്റെ സാന്ദർഭികമായിട്ട് ഞാൻ ഒരു അറബി കവി പറഞ്ഞ ഒരു വാചകം ഞാൻ മനുഷ്യൻ്റെ കിബറിനെ ഇല്ലാതാക്കാൻ വേണ്ടി, ആ കവിത ഇപ്പം എനിക്ക് ഓർമ്മയിട്ടില്ല, അതിൻ്റെ ആശയം ഇതാണ്. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കി, മനുഷ്യൻ്റെ അദ്ദേഹം പറഞ്ഞ വെച്ചാൽ ഈച്ചയെ അള്ളാഹു പടച്ചത് മനുഷ്യൻ്റെ കിബറിനെ ഇല്ലാതാക്കാണ്. അദ്ദേഹത്തെ ഒരു കവിൻ്റെ ഒരു ആശയം അദ്ദേഹം പറഞ്ഞാണ്. കാരണം എന്താ വെച്ചാൽ മനുഷ്യൻ്റെ കാഷ്ടത്തിൽ മറ്റൊക്കെ ഇരുന്നിട്ട് ആ ഈച്ച എവിടെ ഇരിക്കും? മനുഷ്യൻ്റെ ശരീരത്തിലിരിക്കും. മനുഷ്യൻ്റെ മൂക്കുമ്പോൾ തന്നെ ഒന്നിരിക്കും ചിലപ്പോൾ, അതിൻ്റെ അട്ടാൻ ചിലപ്പോൾ കഴിഞ്ഞോണമെന്നില്ല. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, സ്വന്തം മാലിന്യം സ്വന്തം കൈകൊണ്ട് വൃത്തിയാക്കുന്ന ഒരേ ഒരു ജീവി ഏതുള്ളൂ? മനുഷ്യന്മാരോ അല്ലേ? അവനവൻ്റെ കാഷ്ടം കയ്യിലാകാത്ത ആരെങ്കിലും ഭൂമിയിലുണ്ടോ? എന്നാൽ പോത്തിൻ്റെ കാഷ്ടം പോത്തിൻ്റെ കൈമേലാണോ? ചിന്തിച്ചു നോക്കി. ആ മനുഷ്യനും പോത്തും തമ്മിൽ വ്യത്യാസമാണെങ്കിൽ പോലും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കിബിർ അള്ളാഹ് എന്ത് ചെയ്യാൻ അവിടെ
മുടക്കണം. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഹങ്കരിക്കാൻ ഒരു എന്താ പറയുക, ഒരു വകുപ്പും ഇല്ല എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു. ഇനി അള്ളാഹ് പറഞ്ഞു സുമ്മ മിൻ നുത്ഫത്തിൻ. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു സുബ്ഹാനഹു വ തആല മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബിയുടെ സന്താന പരമ്പര പിന്നീട് ഒരു നുത്ഫയിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പുരുഷൻ്റെ ബീജത്തിൽ നിന്നും സ്ത്രീയുടെ ബീജത്തിൽ നിന്നുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിട്ടുള്ളത്. പുരുഷൻ്റെ മുതുകിൻ്റെ യഹ്റുജു മിൻ ബൈന സുൽബി വത്തറായിബ് എന്ന് പറയുന്ന മുതുകലിൻ്റെയും വാലിൻ്റെയും ഇടയിലുള്ള പുറപ്പെടുന്ന പിന്നെ അവൻ്റെ നുത്ഫത്ത്, ആ നുത്ഫത്തിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനുണ്ടാക്കിയിട്ടുള്ളത്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കി. ശരിക്കൊരു ഒരു പിന്നെ ഇന്ദ്രിയത്തുള്ളി എന്ന് പറയുന്നത് അതിനാണല്ലോ മനുഷ്യൻ. അപ്പോൾ ആ പിന്നെ ഒരു വെള്ളത്തുള്ളിയിൽ ഒരു മനുഷ്യൻ്റെ ജീവനുണ്ട്. അതിൽ ഒരുപാട് ബീജങ്ങളുണ്ടല്ലോ, കോടിക്കണക്കിന് ബീജങ്ങളുണ്ട്. അതിലൊരു ബീജവുമായിക്കൊണ്ടാണ് പിന്നെ ആ ഒരു ബീജമാണ് അണ്ടവുമായി കൂടിക്കണം. ഇതൊക്കെ നമുക്ക് ശാസ്ത്രീയമായ കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കോടാനുകോടി ബീജങ്ങളിൽ നിന്ന് ഒരു ബീജത്തെ അള്ളാഹു സെലക്ട് ചെയ്ത് ആ ബീജം അണ്ടവുമായിക്കൊണ്ട് ഒരു നുത്ഫത്താണ്. അതുകൊണ്ടാണ് ഇവിടെ ഖുർആനിൽ പ്രയോഗിച്ചതൊക്കെ പിന്നെ ഒരു നുത്ഫാണ്, സിംഗുലറാണ് എല്ലായിടത്തും. പക്ഷേ ഒരു മനുഷ്യൻ്റെ പിന്നെ മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നതിൽ ഒരു നുത്ഫത്തല്ല, കോടാനുകോടി നുത്ഫകൾ ഉണ്ടാവും. ഖുർആൻ്റെ പ്രയോഗം ഇതൊന്നും ശാസ്ത്രം പുരോഗമിച്ചിട്ടില്ലാത്ത കാലത്ത് അള്ളാഹ് പറയണതാണ് ഇതൊക്കെ. അപ്പം ഇന്ന് ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും ഖുർആൻ്റെ പദപ്രയോഗം പോലും എന്ത് ചെയ്യണ്ട, എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു നുത്ഫയിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഒരുപാട് നുത്ഫകൾ എന്നല്ല. പക്ഷെ ഒരു മനുഷ്യൻ ശ്രവിക്കുന്നതിൽ നിന്ന് കോടാനുകോടി ബീജങ്ങളുണ്ടാവും. ആ കോടാനുകോടി ബീജത്തിൽ നിന്ന് ഒരു ബീജത്തെ അള്ളാഹ് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ഒരു 40 വർഷം വയസ്സുള്ളൊരു മനുഷ്യൻ, ഓൻ്റെ ഒരു 41ാമത്തെ വർഷത്തിന് മുമ്പ് അവൻ എവിടെ വെച്ചാൽ ഉത്തരമൊന്നുമില്ല. അപ്പോൾ ഈ നുത്ഫയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി. സുമ്മ മിൻ അലഖ. ആ നുത്ഫത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഒരു അലഖത്താക്കി, ഒരു രക്തപിണ്ഡമാക്കി മാറ്റാൻ. അപ്പം ആദ്യം ഒരു വെള്ളമായിരുന്നു, ആ വെള്ളത്തെ പിന്നീട് അലഖത്താക്കി മാറ്റി. അലഖത്താണ് ശരിക്കും രക്തപിണ്ഡമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ചോരക്കട്ട, അതാണ് നമ്മൾ. ആ ചോരക്കട്ടയിൽ നിന്ന് സുമ്മ മിൻ മുളഗ. ഇവിടൊക്കെ സുമ്മ കേട്ടോ പ്രയോഗിച്ചത്. സുമ്മ എന്താ? പിന്നീട് എന്ന് പറഞ്ഞാൽ തറാഹി ഉണ്ട്. തറാഹി എന്ന് അറബി പറയും. കുറച്ച് സമയം എടുത്തിട്ടുണ്ടാവും. ഇപ്പൊ ജാ മുഹമ്മദുൻ വ അബൂബക്കർ, മുഹമ്മദും വന്നു അബൂബക്കറും വന്നു. ഒരു ചിലപ്പം ഒരുമിച്ചേക്കാരം വന്നു, അല്ലെങ്കിൽ തൊട്ട് ശേഷിക്കാരം വന്നു. എന്നാൽ ജാ മുഹമ്മദ് സുമ്മ അബൂബക്കർ എന്ന് പറഞ്ഞാലോ, മുഹമ്മദ് വന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് അബൂബക്കർ. അപ്പോൾ സുമ്മ തറാഹിക്കാണ് പറയുക. തറാഹി എന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ രക്തപിണ്ഡമായി അപ്പം തന്നെ എന്താവണില്ല, മാംസപിണ്ഡമാണ്. നമുക്കറിയാലോ 9 മാസക്കാലാണ് മനുഷ്യൻ്റെ ഗർഭകാലം. നമുക്കറിയാലോ, നമ്മൾ സാധാരണ 10 മാസം എന്നൊക്കെ പറയും. പക്ഷെ 10 മാസം ഒന്നും ആരും വെക്കുക, അത് പിന്നെ അതുകൊണ്ട് റൗണ്ട് ഒപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ്. 9 മാസമായി കഴിഞ്ഞാൽ തന്നെ പ്രസവത്തിന് 9 മാസം 9 ദിവസം എന്നൊക്കെയാണ് സാധാരണ പറയാം. ഈ പ്രോസസ്സിങ് നടക്കുന്നത് ഈ ആദ്യം ഒരു ബീജമായി, പിന്നീടത് ഒരു അലഖത്തായി, പിന്നീടത് മുളഅത്തായി. മുളഅത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും പിന്നെന്താ പറയുക, ഒരു മാംസപിണ്ഡം, രക്തപിണ്ഡത്തിൽ നിന്ന് ചവച്ച് അരക്കപ്പെട്ട ഒരു മാംസപിണ്ഡം പോലത്തെ ഒരു ചെറിയ മാംസകഷ്ണമായി. ഇതാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഘട്ടം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ പിണ്ഡത്തിൽ നിന്നാണ്, ആ രക്തപിണ്ഡത്തിൽ നിന്നാണ് എല്ലുകളും മസിലുകളും അതുപോലെ തന്നെ മനുഷ്യൻ്റെ തലച്ചോറുകളും കണ്ണും എല്ലാം ഉണ്ടാകുന്നത് കേട്ടോ. മനസ്സിലായോ? ഈ പല്ലിൻ്റെ മുട്ട ഉണ്ടല്ലോ, ഞങ്ങൾ പല്ലിൻ്റെ മുട്ട പൊട്ടിച്ച് നോക്കിയാൽ എന്തുണ്ടാകുക, ചെറിയ വെള്ളം ഉണ്ടാവും. അത് ഒരാഴ്ച ഏറിയുന്ന 10 ദിവസം കൊണ്ടാണ് പല്ലുണ്ടാവും. ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് 10 ദിവസം. കോഴിൻ്റെ മുട്ട ഉണ്ടല്ലോ, നമ്മൾ കോഴിൻ്റെ മുട്ട വെള്ളം മഞ്ഞളുണ്ടാകുക. അത് അടവെച്ചാൽ എത്ര ദിവസം കൊണ്ടാണ് കോഴിക്കുട്ടി ഉണ്ടാകുക? 50 ദിവസമാണോ? 28 ദിവസം മതി.
28 ദിവസം കൊണ്ട് ആ കോഴി മുട്ടയിൽ നിന്നൊരു ജീവൻ പുറത്തേക്ക് വരിക. അത് ഒറ്റയ്ക്ക പുറത്തേക്ക് വരും. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു 28 ദിവസം കൊണ്ട് 28 ദിവസം കൊണ്ട് മനുഷ്യൻ്റെ അവസ്ഥ തവന് രക്തക്കെട്ടായിട്ടുള്ളൂ. നിങ്ങൾ ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു. ഇനി ആ 28 ദിവസം കൊണ്ട് പുറത്തേക്ക് വന്ന കോഴിക്കുഞ്ഞിൻ്റെ അവസ്ഥ എന്താ? അതാ കടങ്ങനെ പടപടാച്ചിട്ട് പറയുന്നത് ഇല്ലേ? എന്നാൽ അതേ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി, 9 മാസക്കാലം നമ്മൾ ഉമ്മാൻ്റെ ഉദരത്തിൽ കിടന്നിട്ട് നമ്മളെ പുറത്തേക്ക് വന്നിട്ട് എന്താ അവസ്ഥ? നമുക്കെന്ത് ചെയ്യാൻ കഴിയുമോ? ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം ശരിക്കും കോഴിക്കുഞ്ഞിൻ്റെ ബലം പോലും ആർക്കില്ല, നമുക്കൊന്നും ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ വലിയ അഹങ്കരിച്ച് കിബിറടിച്ച് നടക്കാം. ഒരു പല്ലിക്കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ കോഴിക്കുഞ്ഞിൻ്റെ അവസ്ഥ പോലും നമുക്കില്ല. നമ്മൾ ഇങ്ങോട്ടെടുത്ത് മാത്രമല്ല കമയെന്ന് കിടക്കാൻ പോലും നമുക്ക് പറ്റൂല. അപ്പോൾ ശരി, ആര്? എട്ടുകാരൻ്റെ എനിക്കറിയില്ല. പിന്നെ ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ വെച്ചാൽ ഒരു മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ, അതുകൊണ്ടാണ് പറയുക ഇൻസാനു വഈഫ. മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ വളരെ ദുർബലനാണ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ആ കുഞ്ഞൊന്ന് എഴുന്നേറ്റ് നടക്കണമെങ്കിൽ ഏറ്റവും ചെറിയതൊരു 1 വയസ്സ് 1.5 വയസ്സ് കഴിയണ്ടേ അല്ലേ? പിന്നെ മനുഷ്യൻ്റെ അത്ര തന്നെയും ഗർഭകാലമില്ലാത്തതാണ് ആടൊക്കെ. 6 മാസം കയറുന്നുണ്ടാവും, അല്ലെങ്കിൽ 3-4 മാസമൊക്കെ. എൻ്റെ കറക്റ്റ് എനിക്കറിയില്ല, ആടില്ലാത്ത കിട്ടും. എന്നാലും മനുഷ്യൻ്റെ അത്ര ഇല്ല. പക്ഷെ ആടുകുട്ടി ഉണ്ടല്ലോ, നിങ്ങൾ ഏത് മലവക്കൂടി ചാടി മണ്ടുണ്ട് നമുക്കും കയറാൻ പറ്റും. അപ്പോൾ ശരിക്കും മനുഷ്യൻ്റെ സെട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രക്തപിണ്ഡം ഉണ്ടായി, പിന്നെ അത് മാംസപിണ്ഡമായതാണ് അലക്കത്ത്. ഇതിനുള്ള മുലക്കത്തായി, പിന്നീട് മുഹല്ലക്കത്തിൻ വഗൈരി മുഹല്ലക്കത്തിൻ. അവിടെ അള്ളാഹു പ്രയോഗിച്ച പ്രയോഗം എന്താ വെച്ചാൽ, ഈ മാംസപിണ്ഡം ആയല്ലോ ഇപ്പം ഒരു മാംസകഷ്ണമായി. ഈ മാംസകഷ്ണം 2 തരമുണ്ട്. ഒരു പക്ഷേ അള്ളാഹു സുബ്ഹാനഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ മാംസകഷ്ണത്തെ അങ്ങനെ തന്നെ അള്ളാഹു പുറത്തേക്കാണ് കൊണ്ടുവരും. അതുകൊണ്ടാണ് ചിലപ്പം 1, 2, 3 മാസമായാൽ ചില പെണ്ണുങ്ങൾക്ക് എന്ത് ചെയ്യും? ഗർഭം അലസിപ്പോവും. അതാണ് ഇവിടെ പറഞ്ഞത്. മുഹല്ലഖത്തിൻ എന്ന് പറഞ്ഞാൽ ഈ മുലകത്തിനെ അള്ളാഹു സുബ്ഹാനഹു വതആല ചിലപ്പോൾ പൂർണ്ണ സൃഷ്ടിപ്പിലേക്ക് കൊണ്ടുവരുന്നതുമുണ്ട്, വഗൈരി മുഹല്ലഖത്തിൻ പൂർണ്ണ സൃഷ്ടിപ്പിലേക്ക് കൊണ്ടുവരാത്തതുമുണ്ട്. 2 തരണ്ട്. അതാണ് ശരിക്കും നമ്മൾ പിന്നെന്താ പറയുക, അബോഷനായി പോണ കാര്യം. പക്ഷെ അവിടെ ഞാൻ സാന്ദർഭികമായിട്ടൊരു കാര്യം കൂടി പറയാം കേട്ടോ. ഇപ്പോൾ പിന്നെ സമയത്തില്ല. നമ്മുടെ മുസ്ലിം സമുദായത്തിൽ, സ്ത്രീകളും കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുസ്ലിം സമുദായത്തിൽ പിന്നെ ഇപ്പോൾ വ്യാപകമായി നടക്കുന്നൊരു കാര്യം എന്താ വെച്ചാൽ, സ്ത്രീകൾക്ക് ഗർഭമുണ്ടാവും. അപ്പം 4-ാം മാസത്തിൽ സ്കാനിങ് എടുത്തപ്പം ഡോക്ടർ പറയും, അല്ലെങ്കിൽ 5-ാം മാസത്തിലും 6-ാം മാസത്തിലൊക്കെ സ്കാനിങ് എടുക്കുമ്പോൾ ഡോക്ടർ പറയും, പിന്നെ കുട്ടിക്ക് ഇന്ന പ്രശ്നമുണ്ട്, പിന്നെ അതിന് ഹൃദയമുണ്ട്, അവിടെ ഇവിടെയാണ്, അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ്, അതുകൊണ്ട് പിന്നെ കുട്ടി ജനിച്ചാൽ കുട്ടിക്ക് വൈകല്യം ഉണ്ടാവും, കുട്ടിക്ക് പ്രശ്നമിക്കാറും, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? അബോർഷൻ ചെയ്യണം. അപ്പോൾ വിവരമില്ലാത്ത മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യും? ആയിക്കോട്ടെ, ഞാൻ കുട്ടി ജനിച്ചിട്ട് ഞടങ്ങാറാണ്ട. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഹറാം എന്ന് പറഞ്ഞാൽ തനിച്ച ഹറാമാണ്. വലാ തഖ്തുലു ഔലാദക്കും മിൻ ഖശ്യത്തില്ലാഹ്. പണ്ട് ജാഹിലിയത്തിൽ ജനിച്ച കുട്ടികളാണ് കൊല്ലണത്. ഇന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, മുസ്ലിം മാനേജ്മെൻറ്റുകളുള്ള ഹോസ്പിറ്റലുകൾ വരെ ഈ ഹറാം നടക്കുന്നുണ്ട്. അതിന് കുറേ ജാഹിലുകളായിട്ടുള്ള പെണ്ണുങ്ങളും ആണുങ്ങളും കൂട്ടിക്കുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടുംബത്തിലൊക്കെ ഉണ്ടാകും, അബോർഷൻ ചെയ്യാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം അള്ളാഹു നമുക്ക് തന്ന സന്താനം എന്താകണം നമ്മൾ തീരുമാനിക്കാൻ പറ്റില്ല എന്ന്. അള്ളാഹു തീരുമാനിച്ചോട്ടെ. ആ കുഞ്ഞൊരു വൈകല്യത്തോടു കൂടിയാണ് ജനിച്ചു വീഴുന്നത് എങ്കിൽ
ആ വൈകല്യത്തൊരു വളർന്നോട്ടെ, നമുക്ക് വളർത്താം. വൈകല്യമുള്ളവരൊക്കെ കൊല്ലുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഒരു ആക്സിഡന്റ് പറ്റി നോട്ടിക്കോട്ടെ. 5-ാം വയസ്സിൽ കുട്ടിക്ക് ആക്സിഡന്റ് പറ്റി, കുട്ടിന്റെ കാല് നഷ്ടപ്പെട്ടു, കുട്ടിക്ക് നമ്മൾ കൊല്ലുക? എന്താ അത്? ആ 5-ാം വയസ്സിലുള്ള കുട്ടിയും 5-ാം മാസത്തിലുള്ള കുട്ടിയും നമ്മളെ കുട്ടിയല്ലേ? ആലോചിച്ച് നോക്കി. 5-ാം മാസത്തിലുള്ള കുട്ടിയെ, ആ കുട്ടിയുടെ വൈകല്യത്തിന്റെ പേരിൽ നമ്മൾ ഗർഭാശയത്തിൽ വെച്ച് എങ്ങനെ കൊല്ലണ വീഡിയോകൾ കണ്ടു നോക്കേണ്ടി ചുറ്റുമുണ്ട്. കത്രിക കൊണ്ട് കഷ്ണാക്കി കൊല്ലുകയാണ്. ഒരു ജീവനെ ഒരു പെണ്ണിൻ്റെ ഗർഭാശയത്തിലേക്ക് കത്രിക കയറ്റിയിട്ട് കയ്യും കാലും വെട്ടിയെടുക്കണം. ആലോചിച്ചോ. ഒരു ജീവനുള്ള നമ്മുടെ പിഞ്ചു പൈതന് നമ്മുടെ മുമ്പിൽ വെച്ച് കയ്യും കാലും വെട്ടി അങ്ങനെ ഉണ്ടാവും. ആ കുട്ടിക്ക് നമ്മൾ പറയാൻ എന്താ പറയുക, നാവില്ലാത്തതുകൊണ്ടല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. പക്ഷെ ഇത് മുസ്ലിമീങ്ങൾ ചെയ്യണ്ടും, മുസ്ലിമീങ്ങളല്ല സലഫികളും ചെയ്യുന്നുണ്ട്, നമുക്കറിയാം. അപ്പം അത് തനിച്ച ഹറാമാണ്. ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിദിയ കൊടുക്കണം. ഒരു മുഅ്മിനെ മനഃപൂർവ്വമല്ലാതെ കൊലപാതകം നടത്തിയാൽ എന്താണോ അതിന് ഫിദിയ, അത് കൊടുക്കണം. മനസ്സിലായോ? ഒരു വിശ്വാസിയായ മനുഷ്യനെ മനഃപൂർവ്വമല്ലാതെ കൊല ചെയ്താൽ, എന്നാൽ അവനെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ച് കൊന്നല്ല, അറിവില്ലായ്മ കൊണ്ട് യാദൃശ്ചികമായി കൊന്നുപോയി, അങ്ങനെ കൊന്ന ഫിദിയ എന്ത് ചെയ്യണം? അത് കൊടുക്കണം. ഒരടിമയെ മോചിപ്പിക്കലാണ് ഫിദിയ. ശരിയല്ലേ? അല്ലെങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പ് നോക്കണം, ഒരു ദിവസം പോലും വിടാൻ പാടില്ല. അത് നമ്മളെ കൗമിന് അറിയില്ല. ഏതെങ്കിലും ജാഹിൽ ഡോക്ടർമാരുണ്ട് പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ അബോർഷൻ ചെയ്ത കുട്ടികളെന്താ കാട്ടണറിയാം? വേസ്റ്റ് കിട്ടുക, ഹോസ്പിറ്റൽ വേസ്റ്റിലേക്കാട്ട്. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ രക്ഷിതാക്കളെ ശ്രദ്ധിച്ചോളി. അപ്പോൾ നമ്മൾ പറഞ്ഞത് വെച്ചാൽ അതാണ് മുഹല്ലഖത്തിൻ വഗൈരി മുഹല്ലഖത്ത് എന്ന് പറഞ്ഞാൽ, ഈ രക്തപിണ്ഡം, ആ രക്തപിണ്ഡം ഒരു പൂർണ്ണ സൃഷ്ടിപ്പാകണോ അല്ലേ എന്നുള്ള ആരാ തീരുമാനിക്കുക? അള്ളാഹ് തീരുമാനിക്കും. ഈ മുളകത്തിൽ എന്തുണ്ട്? മുഹല്ലഖത്തും ഉണ്ട്, ഗൈർ മുഹല്ലഖത്തും ഉണ്ട്. എന്നാൽ മുളകത്തുള്ള രക്തപിണ്ഡം, ഈ മാംസപിണ്ഡം, ഈ മാംസപിണ്ഡത്തിൽ പൂർണ്ണ വളർച്ച എത്തി ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. വഗൈരി മുഹല്ലഖത്തിൻ, പൂർണ്ണ വളർച്ച എത്താത്തതുണ്ട്. ആ എത്താത്തതാണ് പിന്നീട് എന്ത് ചെയ്യണത്? ചിലപ്പോൾ അബോർഷനായി പോരുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, അവരെ ഗർഭം അലസിയിട്ട് പുറത്തേക്ക് പോരും. ഇനി ഒരു കാര്യം കൂടി ഞാൻ സാന്ദർഭികമായിട്ട് പറയാം. ഇപ്പോൾ ഗർഭത്തിലൊക്കെ മരിച്ച കുട്ടികളുണ്ടാവും. ഇപ്പോൾ 6-ാം മാസത്തിൽ കുട്ടി മരിച്ചു, അല്ലെങ്കിൽ 5-ാം മാസത്തിൽ കുട്ടി മരിച്ചു. അപ്പോൾ കുട്ടി മരിച്ചിട്ട് പല രക്ഷിതാക്കളും, ചില ആൾക്കാർക്കൊക്കെ അറിയാം, എന്നാലും പറയാം. കുട്ടി മരിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയെ മരുന്നൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും? പുറത്തെടുക്കുമല്ലോ. പുറത്തെടുത്തിട്ട് കുട്ടിക്ക് 4 മാസത്തിലധികം പ്രായമുണ്ടെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ വിധിയാണ് കുട്ടിക്ക്. ആ കുട്ടി എന്ത് ചെയ്യണം? നമ്മൾ കഴിയുന്ന രൂപത്തിൽ മയ്യത്തൊൽപ്പിച്ച് കഫൻ ചെയ്ത്, ഒന്നുകിൽ 9 മാസമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മുസ്ലിമീങ്ങൾ മറമാടുന്ന ഖബർസ്ഥാനത്തിന് എന്ത് ചെയ്യുക? ഒരു ഭാഗത്ത് കൊണ്ടുപോയി ചെറിയ ഖബർ വെച്ച് കുഴിച്ചിടണം. പക്ഷേ നമുക്കറിയാം, പല ജാഹിലുകളും ചെയ്യണമെന്താ അറിയോ? വേസ്റ്റ് കിട്ടും. സ്വന്തം കുട്ടിനെ ഹോസ്പിറ്റൽ വേസ്റ്റിലേക്ക് തള്ളാൻ മടിയില്ലാത്ത കൗമാണ് നമ്മുടെ കൗം. അറിയാത്തോണ്ടായിരിക്കാം. സുബ്ഹാനല്ലാഹ്. അപ്പം നിങ്ങൾ ആലോചിച്ചോ, ഇതൊന്നും ചെറിയ കാര്യമില്ല. ഇതൊക്കെ ഇസ്ലാമിൽ ഒരു റൂഹിനോട് അനാദരവ് കാണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എത്ര ഗൗരവമുള്ള കാര്യമാണ്. ചില ആളുകൾക്ക് അറിയില്ല. അപ്പം നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതാണ് ഈ മുളകത്തിൽ മുഹല്ലഖത്തുണ്ട്, ഗൈർ മുഹല്ലഖത്തുണ്ട്. പൂർണ്ണമായ വളർച്ച എത്തുന്നതുണ്ട്, പൂർണ്ണ വളർച്ച എത്താത്തതുണ്ട്. അപ്പോൾ അവിടെയാണ് എൻ്റെ ടേണിങ് പോയിന്റ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ വളർത്താൻ, ഈ 3 മുളകത്തായി കഴിഞ്ഞാൽ
ഹദീസിൽ കാണാം, ഇബ്നു കസീർ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. മുളകത്തായി കഴിഞ്ഞാൽ മലക്കുകൾ ചോദിക്കും, ഇത് വളർച്ചയുള്ളതാണോ അല്ലേ? അതുകൊണ്ടാണ് 4 മാസം എന്നൊക്കെ പറഞ്ഞു നമ്മൾ. അപ്പം മുളകത്ത വളർച്ചയുള്ളതാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ അതിൻ്റെ റൂഹും ഊതും അതിൻ്റെ അജലും റിസ്ക്കും ഒക്കെ അവിടെ എഴുതി വെക്കാൻ പറയും. ഇല്ലെങ്കിൽ അത് എഴുതി വെക്കില്ല. എഴുതി വെക്കാത്തതാണ് എന്തെങ്കിലും മരിച്ച് പുറത്തേക്ക് പോരുന്നത്. അപ്പോൾ 4 മാസത്തിന് ഉള്ളിലാണ് മരിച്ചതെങ്കിൽ അതിനൊരു മനുഷ്യ കുഞ്ഞിൻ്റെ വിധിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, അത് ആ രക്തപിണ്ടായിരിക്കും, ആ രക്തപിണ്ടിട്ട് നമ്മൾ പറമ്പിലോ അത് കുഴിച്ചിടണം, മരിച്ചു കിടാൻ പാടില്ല. നമ്മളെന്ത് ചെയ്യണം, കുഴി കുഴിച്ചിട്ട് പുറത്ത് കിടണം. ഇനി 4 മാസത്തിന് പുറത്തേക്കുള്ളതാണെങ്കിൽ ഒരു മുസ്ലിമിൻ്റെ വിധിയാണ് അതിനുള്ളത്. അതിന് ഇനി മയ്യത്ത് സ്കരിക്കാം. ഇപ്പോൾ 8 മാസം പ്രായമുള്ളൊരു കുട്ടിയാണ് വയറ്റുന്നുള്ളത് മരിച്ചു കൂട്ടിക്കോളി. 8 മാസം പ്രായമുള്ളൊരു കുട്ടി, ആ കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ നമ്മൾ പുറത്തെടുത്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് സ്കരിക്കണം. ആ കുട്ടി തെറ്റ് ചെയ്തിട്ടല്ല. പക്ഷെ ഒരു മുസ്ലിം, അത് പിന്നെ ചെറിയൊരു 2 മാസം പ്രായമുള്ള കുട്ടിയാണെങ്കിൽ മയ്യത്ത് സ്കരിക്കാൻ നമുക്ക്. കാരണം ആ മയ്യത്ത് സ്കരിക്കണം എന്ന് വെച്ചാൽ ഒരു മുസ്ലിം മരിച്ചാൽ ഒരു മുസ്ലിം ചെയ്യേണ്ട ഒരു അദബുണ്ടല്ലോ, ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ട് സഹാബത്ത് മയ്യത്ത് സ്കരിച്ചില്ലേ? ഇല്ലേ? സഹാബത്തിൻ്റെ മയ്യത്ത് സ്കാരം ഇല്ലെങ്കിൽ റസൂലുള്ളാഹിക്ക് ലിയഗ്ഫിറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ, അള്ളാഹു എല്ലാം പുറത്തു കൊടുത്തല്ലേ. അപ്പം നമ്മൾ മയ്യത്ത് സ്കരിക്കണ മയ്യത്തിന് മഗ്ഫിറത്ത് കിട്ടാൻ വേണ്ടി മാത്രമല്ല, അപ്പം നമുക്കും കുലി കിട്ടാനും ഒരു മുസ്ലിമിൻ്റെ ജനാസയോട് കാണിക്കുന്ന ഒരു ആദരവിൻ്റെയും ഭാഗമാണ്. മനസ്സിലല്ലേ? ചില ആൾക്കാർക്ക് നേരെ അവിടെ കബർ അടയ്ക്കാൻ പോരും, അല്ലോ മയ്യത്ത് സ്കരിച്ചിട്ട് പോരുക. അതിന് നാട്ടുകാർ മുഴുവൻ കൂട്ടണമെന്നില്ല. നമ്മൾ ബാപ്പയും മക്കളോ അല്ലെങ്കിൽ കുടുംബക്കാരും എന്ത് ചെയ്യുക, മയ്യത്ത് സ്കരിച്ചിട്ട് പോരുക. അത് പല ആളുകൾക്കും അറിയില്ല. ചിലവർ കബർ അടയ്ക്കേണ്ടി പോരും. മയ്യത്ത് നിർബന്ധമില്ല, പക്ഷെ അത് ഒരു മുസ്ലിമിനോട് ചെയ്യേണ്ട അദബാണ്. മനസ്സിലായല്ലേ? ആ 4 മാസമായ കുട്ടി മരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പേരിടുകയും ആ കുട്ടിയുടെ പേരിൽ അറവ് നടത്തുകയും ചെയ്യാം എന്നവർ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതായത് ഇപ്പോൾ പെൺകുട്ടിയാണെങ്കിൽ ഒരാടിനെ അറക്കാം, ആൺകുട്ടിയാണെങ്കിൽ 2 ആടിനെ അറുത്താലും ഇത് കുഴപ്പമില്ലാത്ത കാര്യം. പക്ഷേ ഹഖീഖത്തിന്റെ ഹുക്ം വരുന്നത് ആ കുട്ടി ജനിച്ച് 7ാമത്തെ ദിവസം ഉണ്ടെങ്കിലാണ് ഹുക്ം വരിക. പക്ഷെ ഒരു കുട്ടിയോടൊരു അദബ് പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ആ കുട്ടിക്കൊരു പേര് വിളിച്ച് ആ കുട്ടിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അഖീഖ അറുക്കുകയും ചെയ്യാവുന്നതാണ്. മനസ്സിലല്ലേ? അപ്പോൾ ഇതാണ് മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖത്തിൻ ലിനുബയ്യിന ലക്കും. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാൻ വേണ്ടി പറയാം. അള്ളാഹ് പറയാം, ഇതൊക്കെ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാൻ വേണ്ടി. ഇതൊന്നും മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഗർഭാശയത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ള കാര്യമൊന്നും അന്ന് അറിയില്ല. ഇതൊക്കെ ഇന്നിപ്പോൾ ശാസ്ത്രീയമായിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയുമെങ്കിലും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉള്ള ഒരു ദീനിൻ്റെ വശവും അതുപോലെ തന്നെ ദീനിൻ്റെ കാര്യങ്ങൾ നമ്മൾ ശരിക്ക് പഠിച്ച് മനസ്സിലാക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്താൻ ഇൻഷാ അല്ലാഹ്. ബാക്കി നമുക്ക് അടുത്ത ആഴ്ചയിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ വിശദീകരിക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ്റെ ഒരു സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ദുർബലനാണ്. ഏത് സമയത്തും അവനെ സംബന്ധിച്ചിടത്തോളം ദുർബലതകൾ വരാം. അതുപോലെ തന്നെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് മണ്ണിൽ നിന്നാണ്. മണ്ണിൻ്റെ അംശങ്ങളാണ് മനുഷ്യ ശരീരത്തിൽ അധികവുമുള്ളത്. അത് മനുഷ്യൻ്റെ ഒരു കിബർ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഗർഭാശയത്തിൽ നടക്കുന്ന നുത്ഫത്ത്, അലഖത്ത്, മുളകത്ത്, ഈ 3 ഘട്ടങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ശേഷമുള്ള ഘട്ടങ്ങളാണ് ശേഷം വരുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് കൊണ്ട് ജീവിച്ച് ഈ ലോകത്തോട് ഇവിടെ പറയാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു വന്നല്ലവരാ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, അള്ളാഹു അവർക്കെല്ലാം സ്വർഗ്ഗം നൽകി ആദരിക്കുമാറാവട്ടെ. എല്ലാവിധ ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.